അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സോണി എക്സ്പീരിയ പ്രോ ഐ എന്ന പറഞ്ഞ ഫോണിനെ പറ്റി ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നതോടുകൂടെ തന്നെ സോണി ഒരു വലിയ ഒരു തെറ്റാണ് ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ചു നാൾ മുമ്പ് ഈ സോണി അവരുടെ സ്മാർട്ട് ഫോൺ ഡിവിഷനിൽ എന്തുകൊണ്ടാണ് ഫെയിൽ ആയത് അതിനെക്കുറിച്ചുള്ള വീഡിയോ എല്ലാം ഞാൻ കുറച്ചാൾ മുമ്പൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതേ തെറ്റ് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോൺ നിങ്ങളിപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളി ഫോണൊക്കെയാണ്, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ ഈ ഫോണിൻ്റെ പ്രൈസിങ് ഒന്ന് നിങ്ങൾ നോക്കുക. 1,35,000 രൂപയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ്. അതും ഒരു ആൻഡ്രോയിഡ് ഫോൺ, അതും സോണിയുടെ ഫോണിന്. അപ്പൊ ഐഫോണിന്റെ കേസ് ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആൾക്കാർ പിന്നെ ഇങ്ങനെയൊക്കെയോ ഈ കിഡ്നി എല്ലാം വിറ്റിട്ട് അങ്ങനെ മേടിക്കുന്നുണ്ട്. അതും ഒക്കെ ഷോയിന് വേണ്ടിയാണ് അവർ മേടിക്കുന്നത്. പക്ഷെ സോണിയുടെ കേസ് അത് ഒന്നുമല്ല. നമുക്ക് ഈ ഫോൺ കൊണ്ട് ഷോ ചെയ്യാൻ പറ്റത്തില്ല. അടുത്തത് ഈ ഫോണിന്റെ റീസെയിൽ വാല്യൂവിനകത്താണ്. റീസെയിൽ വാല്യൂ ഒന്നുമില്ല ഈ ഫോൺസ്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിന്റെ ഇതുകൊണ്ട് അതിലും വലിയ ഉറപ്പൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ സോണി ഫോൺസിലേക്ക് മെയിൻ എല്ലാം പ്രശ്നങ്ങൾ. പിന്നെ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ സ്പെക്സ് എല്ലാം തന്നെ അടിപൊളിയാണ് ഈ ഫോണിന്. നിങ്ങൾ ഈ ഫോണിന്റെ ഈ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിന്റെ OLED സ്ക്രീനാണുള്ളത്. ഇത് 120 ഹെർട്സും കൂടെയാണ്. പിന്നെ അതുമല്ല ഈ ഫോണിന്റെ സ്ക്രീനകത്ത് 1 ബില്യൺ കളേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഫോൺ 21:9 ആസ്പെക്ട് റേഷ്യോയിലൊക്കെയാണ്. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ സ്ക്രീനിന്റെ ആ ക്ലാരിറ്റി, പിന്നെ ഈ ഫോൺ വരുന്നത് 649 ആണെന്ന് തോന്നുന്നു. 649 PPIയുടെ സ്ക്രീനൊക്കെയാണ്. ഓവറോൾ ഇത് ഒരു ഷാർപ്പ് ഒരു സ്ക്രീനാണ്. സ്ക്രീനിൽ ഒരു ഇഷ്യൂസും ഒന്നും തന്നെ ഇല്ല. പിന്നെ നിങ്ങൾ ഈ ഫോണിന്റെ ചിപ്സെറ്റ് നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ റിപ്ലൈ പ്ലസ് ഒക്കെയാണ്, 5G ചിപ്സെറ്റ് ആണ്. പിന്നെ ഈ ഫോണിന്റെ GPU ആണെങ്കിൽ Adreno 660 ഒക്കെയാണ്. അതിലും ഒരു ഇഷ്യൂസും ഒന്നും തന്നെ ഇല്ല. അപ്പോൾ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന്റെ പ്രൈസിങ്ങിലൊക്കെയാണ് 1,00,000 രൂപയുടെ മേളിൽ പോകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ ഫോണിലോട്ട് പോകണം? അവർക്ക് ഐഫോൺസ് ഒക്കെ തന്നെയുണ്ട്. മെജോറിറ്റി ആൾക്കാരും ഐഫോൺസിലോട്ടാണ് പോകുന്നത്. ഐഫോൺ പോയി കഴിഞ്ഞാൽ പിന്നെ അറ്റ്ലീസ്റ്റ് ആൾക്കാർ ഈ ഗൂഗിളിന്റെ ഇതെങ്കിലും നോക്കും, ഈ ഗൂഗിളിന്റെ Pixel 6 സീരീസ്. അപ്പൊ നെക്സ്റ്റ് നിങ്ങളിപ്പോൾ ഈ ഫോണിന്റെ മെയിൻ ഹൈലൈറ്റിംഗ് ഒരു പോയിന്റിനെ പറ്റി പറയുകയാണെങ്കിൽ അതാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസ്. അപ്പൊ സോണിയുടെ ഫോൺസ് ഇവരുടെ ഈ ക്യാമറാസിലൊക്കെ ഫേമസ് ഒക്കെയാണ്. അപ്പോൾ ഈ ഫോണിനകത്ത് ബാക്കിൽ 4 ഈ ക്യാമറാസ് ആണ് ഉള്ളത്. അതിൽ 3 12 മെഗാ പിക്സലിന്റെ ആണ്. ഒന്ന് അൾട്രാ വൈഡ്, ഒന്ന് വൈഡ്, ഒന്നാണെങ്കിൽ ടെലിഫോട്ടോ. പിന്നെ ഒരെണ്ണാണെങ്കിൽ 0.3 മെഗാ പിക്സലിന്റെ ആണെന്ന് തോന്നുന്നു ഡെപ്ത് ക്യാമറയും. അത് പിന്നെ ഈ ഫോണിന് നിങ്ങൾക്ക് 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കൂടെ ഉണ്ട്. ഓവറോൾ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഹാർഡ്വെയറും അതും ഈ ഫോണിനൊക്കെ സെൻസേഴ്സും നോക്കുവാണെങ്കിൽ ടോപ്പ് എല്ലാം ക്വാളിറ്റിയുടെയാണ്. ഫോണിന് അകത്ത് അല്ല ക്യാമറയുടെ അകത്താണ് ഫോൺ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫോൺ ശരിക്കും പറഞ്ഞാൽ മെയിൻലി ഇവർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫോൺസിന്റെ ഈ ക്യാമറാസിനകത്താണ്. അപ്പം പലരും എല്ലാം പറയാറുണ്ട് ഈ ഫോൺ ഐഫോണിനെ ഒക്കെ തോപ്പിക്കുകയോ ഇല്ലയോ എന്നൊക്കെ തന്നെ. അഥവാ നിങ്ങളിപ്പോൾ ഈ മാനുവൽ മോഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഐഫോണിനേക്കാളും നല്ല ഈ പിക്ചേഴ്സ് ഒക്കെ തന്നെ കിട്ടിയേക്കാം. ഇപ്പം നിങ്ങൾ ഈ ഓട്ടോമാറ്റിക് മോഡ് വെച്ച് നോക്കുവാണെങ്കിൽ അതിലും എല്ലാം ഐഫോൺസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ഈ ഇമേജസ് ഒക്കെ വേണമെങ്കിൽ ഈ ഐഫോൺസ് ആയിരിക്കും നല്ല ഫോൺസ്. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അഥവാ നിങ്ങൾക്ക് ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെ ഒരു DSLR ഒക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. മെയിൻ നോക്കുവാണെങ്കിൽ ഫോണൊക്കെ ഓൾ നല്ലതാണ്. പക്ഷെ ഇതാണ് ഈ ഫോണിന്റെ ബ്രാൻഡ് വാല്യൂ. സോണിന്ന് ഈ പറഞ്ഞ ബ്രാൻഡ് എന്ന് വേണമെങ്കിലും സ്റ്റോപ്പ് ആവാം. പിന്നെ ഈ ഫോൺസിന്റെ ഒക്കെ ഈ അപ്ഡേറ്റ്സ് അത് ഒരു ട്രസ്റ്റും ഇല്ല. അപ്പൊ അടുത്ത കാര്യത്തിലോട്ട് പോവാണെങ്കിൽ ഈ സോണി ഫോൺസിന്റെ ഈ സ്പീക്കേഴ്സും എല്ലാം ടോപ്പ് ക്വാളിറ്റിയുടെ ഒക്കെയാണ്. ഇതിൽ നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ സോണിയുടെ ഫോൺസ് എന്ന് പറഞ്ഞാൽ മെയിൻലി ഈ ഫോൺസിന്റെ ഡിസ്പ്ലേ, പിന്നെ ഈ ഫോൺസിന്റെ ഈ ക്യാമറാസും പിന്നെ സ്പീക്കേഴ്സാണ് മെയിൻലി ഈ ഫോൺസ് ഒക്കെ ഫേമസ്. പിന്നെ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ തന്നെ ഈ ഫോൺസിന്റെ ബാറ്ററി ആണെങ്കിൽ 4500 mAh ആണ്. പിന്നെ നിങ്ങൾക്ക് 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഇതൊക്കെ ഉണ്ട് ഈ ഫോണിനകത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ഈ ഫോണിനെ പറ്റി. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് ഒരു നല്ല ഫോണാണ്. അഥവാ നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബർ വ്ളോഗർ വല്ലതും ആണെങ്കിൽ, അഥവാ നിങ്ങളിപ്പോൾ ഈ മാനുവൽ മോഡൊക്കെ യൂസ് ചെയ്തത് വല്ലതും ഇമേജസ് വല്ലതും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഫോട്ടോസിലാണ്. വീഡിയോസ് നിങ്ങൾ നോക്കുമ്പം അതെല്ലാം ഉറപ്പായിട്ടും ഈ ഐഫോൺസിലാണ് നല്ലത്. നിങ്ങൾക്ക് നല്ല റീസെയിൽ വാല്യൂ ഉള്ള ഫോൺസ് വേണം. നിങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കുക, നിങ്ങൾക്ക് ഐഫോണിനകത്ത് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ അത് തന്നെയല്ല റീസെയിൽ വാല്യൂ, ലോങ് ടേം വൈസ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, ബ്രാൻഡ് വാല്യൂ എല്ലാം തന്നെ ഉണ്ട്.
അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ ഫോണിലോട്ട് പോകണം? ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അറിയത്തില്ല ഈ ഫോൺ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് തന്നെ. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ എല്ലാം ഈ അവൈലബിലിറ്റി എല്ലാം കുറവൊക്കെ ആയിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നല്ല കാശ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാമറയ്ക്ക് ഒരു ഫോൺ വേണം, നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഐഫോണൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊരു ഈ ഫോണിനകത്ത് ഒരു എക്സ്പെരിമെൻ്റ് വല്ലതും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിലോട്ട് പോകാൻ പറ്റും. അല്ലാതെ ഞാൻ നിങ്ങൾക്ക് ഒരു മെയിൻ ഫോണായിട്ടൊന്നും ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്തില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാമറ തന്നെയാണ്, പിന്നെ അതിൻ്റെ അകത്താണ് ഫോണൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോക്കകത്ത്. സോണി അവരുടെ വീണ്ടും അത് തന്നെ പഴയ സ്വഭാവം തന്നെ അവർ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ പ്രൈസിങ്ങിലൊക്കെ തന്നെ അവർ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ റീസെൻ്റ്ലി എങ്ങാണ്ട് അവരുടെ ഇതുപോലെ തന്നെ ഒരു ഫോണൊക്കെ ലോഞ്ച് ചെയ്തായിരുന്നു, പക്ഷെ അത് ഒന്നും തന്നെ ഹിറ്റൊന്നും ആയില്ല. പിന്നെ ഇവരുടെ ഈ ഫോൺസ് നെയിമിംഗ് സ്കീം നോക്കുകയാണെങ്കിൽ അതും വേറെ ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഈ വീഡിയോക്ക്. അത് എൻ്റെ റെക്കമെൻഡേഷൻ ഞാൻ പറയുന്നത് ഒരു ഐഫോണിലോട്ട് വല്ലതും പോകുന്നതായിരിക്കും. ഐഫോൺ ഉണ്ട്, ഗൂഗിളിൻ്റെ ഈ പിക്സൽ സീരീസ് ഉണ്ട്, സാംസങ്ങിൻ്റെ ഫോൺസ് ഉണ്ട്, OnePlus ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പ്രൈസ് റേഞ്ച് വല്ല ഫോൺ വേണമെങ്കിൽ ഗൂഗിളിൻ്റെ ഫോണുണ്ട്, പക്ഷെ അത് ഇവിടെ അവൈലബിൾ ഒന്നുമല്ല, അത് വേറൊരു കാര്യം. അപ്പം അഥവാ ആവുകയാണെങ്കിൽ ആ ഫോണിലോട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഐഫോൺസായിട്ടും പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഉള്ളായിരുന്നു ഈ വീഡിയോക്കകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.